ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ചിരിക്കുന്നത് ആയുസ് കൂട്ടും എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ചിരി തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താൻ കഴിയാതെ വരുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? തെന്നിന്ത്യൻ നടി അനുഷ്ക ഷെട്ടിയെ ബാധിച്ച അപൂർവ രോഗാവസ്ഥയാണ് ഇത്. ചിരിയും കരച്ചിലും നിർത്താൻ സാധിക്കില്ല. ഇത് വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല, അനുഷ്ക ഷെട്ടി തന്നെയാണ്. സ്യൂഡോ ബൾബർ എഫക്റ്റ് എന്ന രോഗാവസ്ഥയാണ് അനുഷ്കയെ ബാധിച്ചിട്ടുള്ളത്. ചിരി തുടങ്ങിയാൽ 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ചിരിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അനുഷ്ക ഷെട്ടി പറയുന്നത്. കരച്ചിൽ വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. എന്താണ് ലാഫിംഗ് ഡിസീസ്? സ്യൂഡോ ബൾബാർ എഫക്റ്റ് എന്നത് പെട്ടെന്ന് നിയന്ത്രിക്കാനാകാത്തതും അനുചിതമായ ചിരിയോ കരച്ചിലോ ഉള്ള അവസ്ഥയാണ്. മസ്തിഷ്കം വികാരങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയെ ബാധിച്ചേക്കാവുന്ന ചില ന്യൂറോളജിക്കൽ അവസ്ഥകളോ പരിക്കുകളോ ഉള്ള ആളുകളിൽ സാധാരണയായി സ്യൂഡോ ബൾബാർ ബാധിക്കാറുണ്ട്. നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ചിരിയോ കരച്ചിലോ ഉണ്ടാകുന്നതാണ് ഈ അവസ്ഥ. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, അമിട്രോഫ്ലിക്ലാറ്റൽ, തലച്ചോറിനേറ്റ ക്ഷതം, പക്ഷാഘാതം, മറവി രോഗം, പാർക്കിൻസൺസ് എന്നീ രോഗങ്ങളും സ്യൂഡോ ബൾബർ എഫക്റ്റിന് കാരണമാകാറുണ്ട്. വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ നിയന്ത്രിക്കുന്ന ന്യൂറൽ പാതകളിലെ തടസ്സങ്ങൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഓരോ വ്യക്തികളിലും രോഗ തീവ്രത അനുസരിച്ച് PBAയുടെ ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടാം. സങ്കടകരമായ ഒരു സംഭവം കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ചിരിക്കുകയോ തമാശ പറയുന്ന സാഹചര്യത്തിൽ കരയുകയോ ചെയ്യുന്നതെല്ലാം PBAയുടെ ലക്ഷണങ്ങളാണ്. മാത്രമല്ല ഇത് പിന്നീട് PBA, ഉത്കണ്ഠ, വിഷാദം എന്നിവയിലേക്കും നയിക്കുന്നു. പ്രധാനമായും തലച്ചോറിനെയാണ് ഈ രോഗം ബാധിക്കുന്നത്. സ്വാഭാവികമല്ലാത്ത രീതിയിൽ ചിരിയും കരച്ചിലും ഒക്കെ വന്നാൽ സൂക്ഷിക്കണം. ഇവ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നതും PBAയുടെ ലക്ഷണമാണ്. പരിധിയിൽ കൂടുതൽ സമയം ചിരിക്കുന്നത് ഒരു പ്രധാന ലക്ഷണമാണ്. കൂടുതലായും കരച്ചിലാണ് ഇത്തരം ആളുകളിൽ കണ്ടുവരുന്നത്. ചിലർ ഇതിനെ വിഷാദ രോഗമായി തെറ്റിദ്ധരിക്കാറുണ്ട്. മറ്റ് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും രോഗം ബാധിക്കുന്നത് ആളുകൾ അറിയണമെന്നും ഇല്ല. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.